ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാലൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയ ഫീൽഡ് ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ ഞാൻ കുറേ ലേറ്റായി എന്ന് പറഞ്ഞാൽ കുറേ ലേറ്റായി പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് വൈകിച്ചാൽ ശരിയാകത്തില്ല, എന്തായാലും ഇന്ന് തന്നെ എൻ്റെ വീഡിയോ ഇട്ടേക്കാണ്. ഇത് അന്ന് രാവിലെ ഞാൻ ഈ മുന്നത്തെ കാണിച്ച വീഡിയോ ഞാൻ അന്ന് രാവിലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ എടുത്തൊരു ഇൻട്രോ വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ വോയിസിന് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാത്തത്. സോ ഫസ്റ്റ് നമ്മളെല്ലാവരും സ്കൂളിൽ ചെന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നൊരു 95% സ്റ്റുഡൻസും ഉണ്ടായിരുന്നു, 98% സ്റ്റുഡൻസും ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ. കാര്യം മിക്കവരും ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ ചെന്നു. പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങളെ ക്ലാസ് വൈസ് ബസ്സിൽ കൊണ്ടുപോയി, സ്കൂൾ ബസ്സിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കൂവലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആർപ്പ് വിളികളോടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. നമ്മൾ ഫസ്റ്റ് പോയത് തെന്മല ചിൽഡ്രൻസ് പാർക്കും ഡിയർ പാർക്കിലേക്കുമാണ്. ഇത് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇതിനകത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഡിയർ പാർക്കിൽ, അത് അടുത്തടുത്താണല്ലോ, അപ്പോൾ ഡിയർ പാർക്കിൽ ഞങ്ങൾ ചെന്നിട്ട് ഫസ്റ്റ് ഒരു കാട്ടിലോട്ട് നമ്മൾ കയറുന്നൊരു എഫക്റ്റ് ആയിരുന്നു. നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് മ്ലാവ്, നമ്മുടെ സാമ്പാർ ഡിയർ, അതിനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോട്ടഡ് ഡിയർ ഉണ്ടല്ലോ, പുള്ളിമാനെയും കണ്ടു. അങ്ങനെ അതിനെ രണ്ടിനെയും കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചിൽഡ്രൻസ് പാർക്കിലോട്ട് എത്തി. അവിടെയാണ് നമുക്ക് കുറേ ഇങ്ങനെ കളിക്കാൻ, സീസോ, സ്വിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറേ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തു, എല്ലാം എടുത്ത് ഭയങ്കര ഇതായിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ച് ഇറങ്ങി. നമ്മൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് നമ്മുടെ സ്വന്തം കൊളത്തൂപ്പുഴ മ്യൂസിയത്തിലേക്ക് പോയി. അവിടെ ഒരു 5 മിനിറ്റ് ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ അകത്തോട്ട് കൊണ്ടുപോയി. എനിക്ക് സത്യം പറഞ്ഞാൽ പോയതിൽ മറ്റേ സ്ഥലത്തേക്കാളും ഒരല്പം കൂടി ഇഷ്ടപ്പെട്ടത് ഈ കൊളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയമാണ്. കാര്യം അവിടെ കുറേ കാണാനും കേൾക്കാനും കളിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഓരോ റൂംസും ഓരോരോ കാര്യങ്ങളെ ആവിഷ്കരിച്ചിരിക്കുമായിരുന്നു. അതായത് ഒരു റൂം കേരളത്തെക്കുറിച്ചായിരുന്നു, മറ്റൊരു റൂം എക്കോസിസ്റ്റത്തെക്കുറിച്ചായിരുന്നു, മറ്റൊരെണ്ണം ഈ അന്യം നിന്ന് പോകുന്ന ചെടികൾ, അങ്ങനത്തെ ആയിരുന്നു. പിന്നെ അടുത്തത് എൻഡേഞ്ചേർഡ് ആനിമൽസ് ആയിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു വലിയ പ്രൊജക്ടറായിരുന്നു. അതിനകത്ത് ഞങ്ങളെല്ലാവരും തന്നെ കാണാമായിരുന്നു. നമ്മളെല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കാണാമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കുറേ ആനിമൽസ് ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ലിറ്ററലി കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അവർ പോകുന്ന പോലെ തോന്നും. നല്ല ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു. ഞാനതൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് ഞാൻ ഇടാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച്, സെക്കൻഡ് ഡെസ്റ്റിനേഷനിലാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ച് വന്ന് നമ്മൾ യാത്ര തുടങ്ങിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഉറക്കമായിരുന്നു. കാര്യം നല്ല ടയേർഡായിരുന്നു, അടിച്ച് പൊളിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പോയ വഴിയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയ വഴിക്ക് ഒരു ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു. ഭയങ്കര നമ്മൾ എവിടെ ഇങ്ങനെ കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ എല്ലാം പോയി. അങ്ങനെ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് എല്ലാം ആയിട്ടൊരു സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു, എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. നല്ല ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അത്ര അങ്ങനെ തിരക്കോ റഷോ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ അതൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു. ഭയങ്കര സ്ലോ ആയിട്ട് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് എന്നാൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ അങ്ങനെ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ഹാലൽ. ബൈ.